Hi all, welcome back to our channel. ഇന്ന് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് IGST, Interstate Goods and Services Tax. അപ്പോൾ IGST യൂസ് ചെയ്ത് എങ്ങനെ പർച്ചേസ് ആൻഡ് സെയിൽസ് ചെയ്യാം, അതായത് ഇൻഡസ്ട്രേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് വൗച്ചേഴ്സ് റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം ടാലി പ്രൈമിനകത്ത്. അപ്പോൾ ആദ്യമേ തന്നെ എന്താണ് IGST എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. അപ്പോൾ IGST എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആണ്. ഇത് അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്റ്റേറ്റ്, അതായത് ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടിയിട്ടാണ് നമ്മൾ IGST അപ്ലൈ ചെയ്യുക. അതായത് നമ്മുടെ കമ്പനി ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത് ആ സ്റ്റേറ്റിന് പുറത്ത് നടക്കുന്ന സെയിൽസ് ആൻഡ് പർച്ചേസ് അല്ലെങ്കിൽ സർവീസ് ഒക്കെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ IGST അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് IGST ആക്ച്വലി നമ്മൾ ഗുഡ്സ് GST ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ നമ്മൾ GST കോൺഫിഗറേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സും സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇൻസൈഡ് സ്റ്റേറ്റ് ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് ആണ്. അപ്പോൾ ഇത് ഇൻഡർസ്റ്റേറ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്, അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് എങ്ങനെ നമുക്ക് പർച്ചേസ് ആൻഡ് സെയിൽസ് വൗച്ചേഴ്സ് റെക്കോർഡ് ചെയ്യുക, ഇതാണ് നമുക്ക് ടാലി പ്രൈമിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ടാലി പ്രൈം ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ ടാലി പ്രൈം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ പ്രീവിയസ്ലി യൂസ് ചെയ്തുകൊണ്ടിരുന്ന മാക്സ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടിന്യൂസ്ലി നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ അറിയാം, ഈ കമ്പനി ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ലെഡ്ജർ ക്രിയേഷൻ ഓൺവേഴ്സ്, കമ്പനി ക്രിയേഷൻ ഓൺവേഴ്സ് എല്ലാം തന്നെ ഈ ഒരു കമ്പനിയിൽ തന്നെയാണ്. ലെഡ്ജർ ക്രിയേഷൻ, ഗ്രൂപ്പ് ക്രിയേഷൻ, ഇൻവെൻറ്ററി ക്രിയേഷൻ, ഗോഡൗൺ ക്രിയേഷൻ, പിന്നെന്താ വൗച്ചേഴ്സ്, പർച്ചേസ് ആൻഡ് സെയിൽസ് വൗച്ചേഴ്സ് യൂസിങ് CGST SGST ചെയ്തായിരുന്നു, ഡെബിറ്റ് നോട്ട് ക്രെഡിറ്റ് നോട്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സ് ലിമിറ്റഡ് തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ തന്നെയാണ് ഇനി വരുന്ന എല്ലാ വീഡിയോസും ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് IGST യൂസ് ചെയ്ത് പർച്ചേസ് ആൻഡ് സെയിൽസ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആക്ച്വലി ഞാൻ CGST SGST ചെയ്തപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് GST കോൺഫിഗർ ചെയ്യുക, പിന്നെ ലെഡ്ജേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നില്ല. ഡയറക്റ്റ്ലി വൗച്ചേഴ്സിൽ പോയിട്ട് എന്തൊക്കെ അവിടെ ചെയ്യണം, അപ്പോൾ ഓൾറെഡി നമ്മൾ GST കോൺഫിഗറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ GST കോൺഫിഗറേഷൻ, അതായത് GST എങ്ങനെ എനേബിൾ ചെയ്യണം, ആ ഡീറ്റെയിൽസ് അറിയില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ GSTയുടെ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, GST കോൺഫിഗറേഷൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് പോകുന്നില്ല, ഡയറക്റ്റ്ലി വൗച്ചേഴ്സിലോട്ട് പോവുകയാണ്. അപ്പോൾ ഗേറ്റ്വേ ടാലിക്കകത്ത് വൗച്ചേഴ്സ് എടുക്കാം. ഗേറ്റ്വേ ടാലിക്കകത്ത് ഒന്നുകിൽ ഗേറ്റ്വേ ടാലിക്കകത്ത് വൗച്ചേഴ്സ് അല്ലെങ്കിൽ ഗോ ടു ബട്ടൺ യൂസ് ചെയ്ത് വൗച്ചേഴ്സ് എടുക്കാം. അപ്പോൾ ഞാനിവിടെ വൗച്ചേഴ്സ് എടുക്കുവാണ്. അപ്പോൾ ഇതിനകത്ത് ഓൾറെഡി പർച്ചേസ് വൗച്ചർ വന്നിട്ടുണ്ട് അല്ലേ. പർച്ചേസ് വൗച്ചറിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F9 ആണ്. അപ്പോൾ വേറെ വൗച്ചറാണ് നിങ്ങൾക്ക് എനേബിൾ ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഷോർട്ട് കീ F9 യൂസ് ചെയ്ത്, ഫംഗ്ഷൻ കീ F9 യൂസ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് വൗച്ചർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ പർച്ചേസ് വൗച്ചർ വന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ പർച്ചേസ് വൗച്ചറാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ വൗച്ചർ ഡേറ്റ് കൊടുക്കാം. ഒരു വൗച്ചർ ഡേറ്റ് കാണിക്കുവാണ്. വൗച്ചർ ഡേറ്റ് കാണിച്ചു. വൗച്ചർ ഡേറ്റ് കൊടുത്തതിന് ശേഷം പാർട്ടി നെയിം ആരുടെ കയ്യിൽ നിന്ന്, അപ്പോൾ ഞാൻ ഇടാൻ പോകുന്ന എൻട്രി എക്സാമ്പിളായിട്ട് സ്ക്രീനിൽ വരുന്നുണ്ട്. ജയാസ് ഹാർഡ്വെയർസ് എന്ന് പറയുന്ന സെൻട്രൽ ക്രെഡിറ്റിൻ്റെ കയ്യിൽ നിന്നുമാണ് നമ്മൾ സാധനം പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജയ ഹാർഡ്വെയർസ് ആണ് നമ്മുടെ പാർട്ടി എന്ന് പറയുമ്പോൾ സെൻട്രൽ പർച്ചേസ് ചെയ്യുമ്പോൾ സെൻട്രൽ ക്രെഡിറ്റർ ആണല്ലോ. അപ്പോൾ സെൻട്രൽ ക്രെഡിറ്റിന് നമ്മൾ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ വൗച്ചർ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഷോർട്ട് കീ യൂസ് ചെയ്ത് Alt+C യൂസ് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ലെഡ്ജർ ക്രിയേഷൻ സ്കില്ലിൽ നമ്മൾ വന്നിട്ടുണ്ട്. നെയിം ജയാസ് ഹാർഡ്വെയർസ്. ഹാർഡ്വെയർസ് അണ്ടർ സെൻട്രൽ ക്രെഡിറ്റേഴ്സ് ആണ്. മെയിൻറ്റെയിൻ ബാലൻസസ് ബിൽ ബൈ ബിൽ എസ് ആക്കി കാണിക്കുക. അപ്പോൾ ബിൽ വൈസ് ഡീറ്റെയിൽസ് ഞാൻ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ടാലി ആപ്പിനായാലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടാലി പ്രൈമിൽ ഇനി ആയിരിക്കും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ജസ്റ്റ് തൽക്കാലം S കൊടുക്കുകയാണ്. ദെൻ എൻ്റർ ചെയ്ത് നമ്മൾ ഇപ്പോൾ GST ഓൾറെഡി ഇനേബിൾ ചെയ്തത് കൊണ്ട് തന്നെ GST രജിസ്ട്രേഷൻ ടൈപ്പും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. അതിന് മുന്നേ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ടോ സ്റ്റേറ്റ്. അപ്പോൾ ജയാസ് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏത് സ്റ്റേറ്റ്? ചെന്നൈയാണ് പറയുന്നത്, അതായത് തമിഴ്നാട് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ഞാനിവിടെ തമിഴ്നാടാണ് കൊടുക്കാൻ പോകുന്നത്. തമിഴ്നാട്ടിലുള്ള ഒരു പാർട്ടിക്കാണ് നമ്മൾ സാധനം
സെയിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ സ്റ്റേറ്റ്, അപ്പോൾ സ്റ്റേറ്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ ലിസ്റ്റ് വരുന്നുണ്ട്, അതിൽ നിന്ന് നമുക്ക് ഡിഫോൾട്ട് ആയിട്ടുള്ള സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് തമിഴ്നാട് കൊടുത്തു. ഓക്കെ, അതുപോലെ പിൻകോഡൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം, ഞാനതൊന്നും കൊടുക്കുന്നില്ല. എൻ്റെ ദെൻ രജിസ്ട്രേഷൻ ടൈപ്പ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. അപ്പോൾ നോർമലി ഞാൻ റെഗുലറാണ് യൂസ് ചെയ്യാറ്, സോ അതുകൊണ്ട് റെഗുലർ കൊടുത്തു. അത് ഡിപ്പെൻഡ്സ് ഓൺ ദ സിറ്റുവേഷൻ നമുക്ക് കൊടുക്കാം. ദെൻ GST ഇൻ, ജയ ഹാർഡ്വെയർസിൻ്റെ GST ഇൻ എന്താണോ അത് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു GST ഇൻ കൊടുക്കുകയാണ്. അപ്പോൾ നോർമലി തമിഴ്നാടിൻ്റെ GST ഇൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 33 എന്ന് പറയുന്ന നമ്പർ യൂസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. 33 ഒരു എക്സാമ്പിളായിട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒരു GST ഇൻ കൊടുത്തു. അതുപോലെ GST ഡീറ്റെയിൽസ്, സെറ്റ് ഓൾട്ട് GST ഡീറ്റെയിൽസ് ജസ്റ്റ് എക്സ്ട്രാ എന്തെങ്കിലും കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, എൻ്റെ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ലെഡ്ജർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, നമ്മുടെ സൺട്രി ക്രെഡിറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. സോ ഇതിനൊക്കെ ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി. കൺട്രോളിൽ കൊടുത്ത് ഞാൻ സ്കിപ്പ് ചെയ്ത് പോവാണ്. ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ ഇൻഫർമേഷൻ. അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. ഞാനത് സ്കിപ്പ് ചെയ്തു. അടുത്ത പർച്ചേസ് ലെഡ്ജർ ഓൾറെഡി നമുക്ക് 2 പർച്ചേസ് ലെഡ്ജർ ഇവിടെ ലിസ്റ്റ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സിൽ വരുന്നുണ്ട്. പർച്ചേസ് കേട്ടോ. അപ്പോൾ 2 നമ്മൾ ചെയ്തതാണ്. ഈ പർച്ചേസ് എന്ന് പറയുമ്പോൾ നോർമൽ പർച്ചേസ്, അതായത് ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസിനാണ് പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഇനി ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇൻറ്റർസ്റ്റേറ്റ് പർച്ചേസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് പുറത്ത്, നമ്മുടെ കേരളത്തിന് പുറത്ത് ഉള്ള പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ടൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻറ്റർസ്റ്റേറ്റ് പർച്ചേസ് എന്ന് പറയുന്ന അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓൾട്ട് C കൊടുത്ത് അവിടെ നിന്ന് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. ഇൻറ്റർസ്റ്റേറ്റ് പർച്ചേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് തന്നെയാണ്. പർച്ചേസ് അക്കൗണ്ട്സ് കൊടുക്കുന്നു. ടൈപ്പ് ഓഫ് ലെഡ്ജർ നോട്ട് ആപ്ലിക്കബിൾ. ഈസ് GST ആപ്ലിക്കബിൾ? കാരണം നമ്മൾ ഈ പർച്ചേസ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ GST കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. ടോട്ടൽ പർച്ചേസ് എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിൽ നിന്നായിരിക്കും നമ്മൾ GST ആപ്ലിക്കബിൾ ആക്കുക, GST അപ്ലൈ ചെയ്യുക. സോ GST ആപ്ലിക്കബിൾ കൊടുക്കുന്നു. സെറ്റ് ഓർ ഓൾട്ട് GST ഡീറ്റെയിൽസ് എസ് കൊടുക്കുക. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഇൻറ്റർസ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഓപ്ഷൻ വരുന്നുണ്ട്, ഇൻറ്റർസ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ. നോർമൽ നമ്മൾ CGSTക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പർച്ചേസ് ടാക്സബിൾ ആയിരുന്നു. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഇൻറ്റർസ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ ആണ് സെലക്ട് ചെയ്യുക. ഇൻറ്റർസ്റ്റേറ്റ് പർച്ചേസ് ടാക്സബിൾ. ഈ ടോട്ടൽ ടാക്സബിൾ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് 18% ആണ് ടോട്ടൽ ടാക്സ് പെർസെൻറ്റേജ്. ഓക്കെ, ദെൻ എൻ്റർ ചെയ്യുക. ദെൻ ടൈപ്പ് ഓഫ് സപ്ലൈ ഗുഡ്സ് സെലക്ട് ചെയ്യുന്നു, സേവ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇൻറ്റർസ്റ്റേറ്റ് പർച്ചേസ് എന്ന് പറയുന്ന പർച്ചേസ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ട്, പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് സ്റ്റോക്ക്, ഏതൊക്കെ സ്റ്റോക്കാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ ലാപ്ടോപ്പ് ബാറ്ററി പർച്ചേസ് ചെയ്യുന്നുണ്ട്. സോ എല്ലാം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ ലിസ്റ്റ് ഓഫ് സ്റ്റോക്സ് വരുന്നുണ്ട്. അതൊന്നും ലാപ്ടോപ്പ് ബാറ്ററി സെലക്ട് ചെയ്യുന്നു. ഗോഡൗൺ നമ്മുടെ എക്സാമ്പിളിൽ പറയുന്നില്ല. അപ്പോൾ ഏത് ഗോഡൗണിലാണ് ഉള്ളതെന്ന് ജസ്റ്റ് നമ്മുടെ സ്പേസ് ബാർ അടിച്ചു കഴിഞ്ഞാൽ ലിസ്റ്റ് ഓഫ് ഗോഡൗൺസ് അവിടെ വരും. ഇവിടെ ഗോഡൗണിൽ നിന്നുകൊണ്ട് ഞാൻ സ്പേസ് ബാറിൽ പ്രസ് ചെയ്തു. അപ്പോൾ ലിസ്റ്റ് ഓഫ് ഗോഡൗൺസ് വന്ന് എറണാകുളം സൗത്ത് എന്ന് പറയുന്ന ഗോഡൗണിലാണ് നമ്മളെല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത്. സോ അതിൽ തന്നെ ഞാനിപ്പോൾ സ്റ്റോർ ചെയ്യുവാണ്. എത്രയാണ് ക്വാണ്ടിറ്റി, പർച്ചേസ് ചെയ്യുന്ന ക്വാണ്ടിറ്റി കാണിക്കാം. ഞാൻ 200 കാണിച്ചു. ഡേറ്റ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇത് സെയിം തന്നെയാണ് നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച്. ഞാൻ വീണ്ടും എൻ്റർ ചെയ്യുന്നു. അടുത്ത സ്റ്റോക്ക് കൊടുക്കാൻ അവിടെ നിന്ന് ഒരു തവണ കൂടെ എൻ്റർ ചെയ്തു. അടുത്ത സ്റ്റോക്കിൻ്റെ പേര് കൊടുക്കാം. അപ്പോൾ അടുത്ത സ്റ്റോക്ക് സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ് കൊടുത്തു. അത് ഗോഡൗൺ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എറണാകുളം സൗത്തിൽ തന്നെയാണ് അതും സ്റ്റോക്ക് ഉള്ളത്. അപ്പോൾ അതിൽ തന്നെ പുതുതായിട്ട് സ്റ്റോർ ചെയ്യാം നമുക്ക്. ഓക്കെ, അത് ഡിപ്പെൻസ്. ഇപ്പോൾ വേറെ സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. ഞാൻ സെയിം ഇതിൽ തന്നെ സ്റ്റോർ ചെയ്യുവാണ്. അടുത്ത് 250 ക്വാണ്ടിറ്റി. നമ്മുടെ എക്സാമ്പിൾ വൈസ് റേറ്റ് സെയിം തന്നെയാണ് 3000. ഓക്കെ, എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മുടെ സ്റ്റോക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് IGST എന്ന് പറയുന്ന അക്കൗണ്ടാണ്. അപ്പോൾ IGST ഇതുപോലെ പർച്ചേസിന് വേണമെങ്കിൽ ഇൻപുട്ട് IGST, സെയിൽ ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് IGST എന്നിങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ കോമൺ അക്കൗണ്ട്, രണ്ടിനും കൂടെ കോമൺ അക്കൗണ്ടാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. IGST എന്ന് പറയുന്ന ഒറ്റ അക്കൗണ്ട്. അത് പർച്ചേസിന് യൂസ് ചെയ്യാം, സെയിലിന് യൂസ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരു തവണ എൻ്റർ ചെയ്തു. അപ്പോൾ ഐറ്റം ഫീൽഡിലാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു തവണ കൂടെ എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ലെഡ്ജർ ഫീൽഡിലോട്ട് പോകുന്നു. അപ്പോൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അവിടെ നിന്ന് സ്പേസ് ബാർ അടിച്ച് കാണിക്കാം. നമുക്ക് IGST എന്ന് പറയുന്ന ലെഡ്ജർ ഇല്ല അല്ലേ. അതേസമയം CGST SGST ഉണ്ട്, കാരണം അത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ IGST ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാം. വോൾട്ട് C കൊടുക്കുക. നെയിം ഫീൽഡിൽ IGST എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കാണിക്കുന്നു.
അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് കാണിക്കുക. അണ്ടർ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ടൈപ്പ് ഓഫ് ഡ്യൂട്ടി GST സെലക്ട് ചെയ്യുക. ടാക്സ് ടൈപ്പ് ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ് വേണം സെലക്ട് ചെയ്യാൻ. ടാക്സ് ടൈപ്പ് ഇൻറ്റിഗ്രേറ്റഡ് ടാക്സ്. പെർസെൻറ്റേജ് കാൽക്കുലേഷനൊന്നും ഫില്ല് ചെയ്യണമെന്നില്ല. റൗണ്ടിങ് മെത്തേഡ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ കൊടുക്കണമെന്ന് കൊടുക്കുക. അത് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊടുക്കുക. ഞാൻ നോട്ട് ആപ്ലിക്കബിൾ കൊടുക്കുകയാണ്. എൻ്റർ ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ IGST സേവ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക്കലി നമ്മുടെ ടാക്സും കാൽക്കുലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ സ്റ്റോക്കിൻ്റെ റേറ്റ്, അതായത് പർച്ചേസ് റേറ്റ് എന്ന് പറയുന്നത് 11,50,000 ആണ്. പ്ലസ് IGSTയും കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇത്രയും എമൗണ്ട് വരുന്നുണ്ട്. 13,57,000 രൂപയാണ് ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട് വരുന്നത്. അപ്പോൾ പർച്ചേസ് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞ് ഇനി നമുക്ക് കൺട്രോൾ നറേഷനൊക്കെ കൊടുക്കുന്നേ കൊടുക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വൗച്ചർ ഒന്ന് സേവ് ചെയ്യുവാണ്. കൺട്രോൾ കൊടുത്ത് നമ്മുടെ വൗച്ചർ സേവ് ചെയ്തു. ഓക്കെ, ഇനി സെയിൽസ് വൗച്ചർ. നമുക്ക് സെയിൽസ് വൗച്ചറിലോട്ട് പോവാം. സെയിൽസ് വൗച്ചറിൻ്റെ ഷോർട്ട് കീ എന്ന് പറയുന്നത് F8 കൊടുത്തു. അപ്പോൾ ആസ് യൂഷ്വൽ നമുക്ക് ആദ്യമേ തന്നെ വൗച്ചർ ഡേറ്റ് കൊടുക്കാം. 2/6 വന്നിട്ടുണ്ട്, അത് തന്നെ കൊടുക്കുവാണ്. ഇനി പാർട്ടി, അപ്പോൾ നമ്മുടെ എക്സാമ്പിൾ അനുസരിച്ച് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ മെഗാ ഇൻഫോടെക് എന്ന് പറയുന്ന പാർട്ടിക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. മെഗാ ഇൻഫോടെക് അപ്പോൾ നമ്മുടെ സൺട്രി ഡെപ്റ്ററാണ് കസ്റ്റമർ. സോ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാം. മെഗാ ഇൻഫോടെക് ഈ പാർട്ടി ബേസ് ആയിരിക്കുന്ന കർണാടകയാണ് നമ്മുടെ എക്സാമ്പിൾ വൈസ്. അപ്പോൾ ഞാൻ അത് കൊടുക്കാം. അണ്ടർ എന്താണ് സൺട്രി ഡെപ്റ്റർ, ബിക്കോസ് കസ്റ്റമറാണ് അല്ലേ, നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ കസ്റ്റമർ അല്ലെങ്കിൽ സൺട്രി ഡെപ്റ്ററാണ്. സൺട്രി ഡെപ്റ്റർ സെലക്ട് ചെയ്തു. ഇന്ത്യൻ ബിൽ ബൈ ബില്ലസ് കാണിക്കുന്നു. ഇനി അതുപോലെ തന്നെ സ്റ്റേറ്റ് കർണാടകയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. കർണാടക കൊടുക്കുക. പിൻകോഡൊക്കെ ഉണ്ട്, ബാക്കി ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ കൊടുക്കുക. അതൊന്നും ഞാൻ കൊടുക്കുന്നില്ല. ദെൻ GST ഇന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. 29 ആണ് കർണാടക GST സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പർ. അപ്പോൾ ഇത് കൊടുക്കാം. ജസ്റ്റ് ഒരു GST കൊടുത്തു, എൻ്റർ ചെയ്യുന്നു. നമ്മുടെ സൺട്രി ഡെപ്റ്റർ ക്രിയേറ്റ് ആയിട്ടുണ്ട്, സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡീറ്റെയിൽസ് ജസ്റ്റ് സ്കിപ്പ് ചെയ്യാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പുതിയതായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. നമ്മളെ വൗച്ചറിൽ കൊടുക്കാത്ത കാര്യങ്ങൾ ഈ ഒരു ഫീൽഡിൽ എന്നുണ്ടായാലും നമുക്ക് എഡിറ്റ് ചെയ്യാം. അടുത്ത സെയിൽസ് ലെജർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ വേണ്ടത് ഇൻഡർസ്റ്റേറ്റ് സെയിൽസ് എന്ന് പറയുന്ന ലെജറാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ സെയിൽസ് ആൻഡ് സെയിൽസ് റിട്ടേൺ ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ ഇൻഡർസ്റ്റേറ്റ് സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. Alt C കൊടുക്കുക. ഇൻഡർസ്റ്റേറ്റ് സെയിൽസ് കൊടുത്തു. അണ്ടർ സെയിൽസ് അക്കൗണ്ട് ടൈപ്പ് ഓഫ് ലെജർ നോട്ട് ആപ്ലിക്കബിൾ. ഇവിടെ നമുക്ക് ഇൻഡസ്ട്രേറ്റ് സെയിൽസിൽ നിന്നാണ് GST അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ GST ആപ്ലിക്കബിൾ ആക്കുക. സെറ്റ് ഓൾട്ട് GST ഡീറ്റെയിൽസ് സെസ് കൊടുക്കുന്നു. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻഡസ്ട്രേറ്റ് സെയിൽസ് ടാക്സബിൾ സെലക്ട് ചെയ്യാം. അപ്പോൾ നോർമൽ CGST SGSTക്ക് നമ്മൾ യൂസ് ചെയ്തത് സെയിൽസ് ടാക്സബിൾ ആയിരുന്നു. ഇവിടെ വരുമ്പോൾ ഇൻഡസ്ട്രേറ്റ് സെയിൽസ് ടാക്സബിൾ. പെർസെൻറ്റേജ് 18% ആണ് കൊടുത്തു. ദെൻ ഗുഡ്സ് ആണോ സർവീസ്, നമ്മുടെ ഗുഡ്സ് ആണ്, സ്റ്റോക്ക് ആണ്. സോ ഗുഡ്സ് കൊടുത്തു. സ്ക്രീൻ അക്സെപ്റ്റ് ചെയ്തു. നമ്മുടെ ലെജർ സേവ് ആയിട്ടുണ്ട്. സെയിൽസ് ലെജർ സേവ് ആയിട്ടുണ്ട്. അടുത്ത ഐറ്റം നമ്മൾ സെയിൽ ചെയ്യുന്ന ഐറ്റം എന്തൊക്കെയാണ്? സെയിം ഐറ്റംസ് തന്നെയാണ് സെയിൽ ചെയ്യുന്നത്. ലാപ്ടോപ്പ് ബാറ്ററി ഞാൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തു. ഗോഡൗൺ എറണാകുളം സൗത്ത് സെലക്ട് ചെയ്തു. ഇത് ഗോഡൗൺ ആണെന്നുള്ളത്. ഇനി ക്വാണ്ടിറ്റി 60 ആണ് ക്വാണ്ടിറ്റി എക്സാമ്പിൾ അനുസരിച്ച് കൊടുത്തിട്ടുള്ളത്. റേറ്റ് 3000 ആണ്. അപ്പോൾ അതും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. എൻ്റെ അടുത്ത സ്റ്റോക്ക് കൊടുക്കാം. അടുത്തത് സെയിം സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് ആണ്. ഗോഡൗൺ എറണാകുളം സൗത്തിലാണ് നമുക്ക് സ്റ്റോക്ക് ഉള്ളത്. ക്വാണ്ടിറ്റി കാണിച്ചു. റേറ്റ് 4500. ഓക്കെ, ഓട്ടോമാറ്റിക്കലി എല്ലാം വന്നിട്ടുണ്ട്. എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഈ 2 തവണ എൻട്രി ചെയ്യുക. അടുത്ത ലെജർ ഫീൽഡ് വന്നു. ലെജർ ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സെയിൽസിനും പർച്ചേസിനും ഒറ്റ ലെജർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള IGST. അപ്പോൾ IGST എന്ന് ടൈപ്പ് ചെയ്യുക. I എന്ന് കൊടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ വന്നിട്ടുണ്ടല്ലോ. IGST കൊടുത്തു. ഓട്ടോമാറ്റിക്കലി നമ്മുടെ എമൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഇൻവോയ്സ് എന്ന് പറയുന്നത് 6,10,650 രൂപയാണ് നമ്മുടെ ടോട്ടൽ ഇൻവോയ്സ് എമൗണ്ട് ഇൻക്ലൂഡിങ് IGST. നമ്മുടെ IGST വന്നിട്ടുണ്ട്. നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ എന്താ പറയുക ഇൻഡസ്ട്രീറ്റ് പർച്ചേസ് സെയിൽസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ എക്സസൈസിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ എക്സസൈസിന് വേണ്ടിയിട്ട് സെയിം കമ്പനി തന്നെയാണ് എക്സസൈസിലൊക്കെ. അപ്പോൾ എല്ലാ വീഡിയോസും ഫോളോ ചെയ്യുന്നവർക്കറിയാം. എക്സസൈസിന് വേണ്ടിയിട്ട് നമ്മൾ സിൽവർ ലൈൻ സിസ്റ്റം എന്ന് പറയുന്നൊരു കമ്പനിയാണ് യൂസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ പുതിയത് ക്രിയേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ സെയിം സ്റ്റോക്ക്
എനിക്ക് തോന്നുന്നു സൺട്രി ക്രെഡിറ്റ് പാർട്ടി മാത്രമാണ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. സൺ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന പാർട്ടി. ബട്ട് സ്റ്റേറ്റ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ സെയിം നിങ്ങൾക്ക് GST അപ്ലൈ ചെയ്ത് നോക്കാം. വൗച്ചർ ഇട്ട് നോക്കുക, IGST യൂസ് ചെയ്ത്. അതുപോലെ തന്നെ സെയിൽസിൻ്റെ എൻട്രി സെയിം കർണാടക തന്നെയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. പാർട്ടി നെയിം മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ. അപ്പോൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും നേരത്തെ പറഞ്ഞതാണ്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്